കർത്താവിനെ വിശ്വസിച്ച ഒരു വ്യക്തി അവിടെ കൊണ്ട് നിൽക്കാതെ ശിഷ്യത്വത്തിലേക്ക് വളരുന്ന കാര്യമായിരുന്നു നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളെയും ശിഷ്യരാക്കുവാനായിട്ടാണ്. അപ്പോൾ നാം കണ്ടു, ശിഷ്യരെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുകയോ വിശ്വസിക്കുകയോ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് തീരുന്നതല്ല. അതിനങ്ങേപ്പുറത്ത് അവരുടെ ജീവിതത്തിൽ ചിലത് ചെയ്യാനുണ്ട്. അവർ വളർന്ന് ക്രിസ്തുവിനോളം, അവരുടെ ഗുരുവിനോളം വളരെയാണ്. അവരുടെ ജീവിതത്തിൽ ചില അടയാളങ്ങളുണ്ട്. സ്നേഹമായിരിക്കണം ഏറ്റവും വലുത്. കാരണം സ്നേഹം കർത്താവ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ സ്നേഹിച്ച് ലോകത്തിന്റെ മുൻപിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. രണ്ടാമത് യേശു പറഞ്ഞു, അത് നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കണം. വചനത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞു, അത് എന്നിൽ തന്നെ നിലനിൽക്കുന്നതാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് അവൻ ജനിച്ചു എന്നുള്ളത് മാത്രമല്ല, വളർച്ച പ്രാപിച്ച് പക്വതയിലെത്തി മഹത്വം കരയറ്റുന്ന പ്രക്രിയയിലേക്ക് അവർ കടന്നു വരികയാണ്. അതത്ര എളുപ്പമല്ല എന്ന് നാം കണ്ടു. ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് മരണത്തെ തന്നെയാണ് മുന്നിൽ കാണുന്നത്. മരിക്കുക എന്നുള്ള ചിന്താഗതിയോടുകൂടെ പോകുന്ന ഉടനെ ബാക്കി എന്തെങ്കിലും ഗുണം കിട്ടിയാൽ സന്തോഷമേ ഉള്ളൂ. ഒരാൾക്ക് മരിക്കാൻ വേണ്ടി ഒരുക്കമുണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ കാല് തെറ്റിയാൽ അവരത്ര പ്രശ്നമാക്കാറുണ്ട്. പണ്ട് ആരോ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് മരിക്കുവാൻ താല്പര്യം ഉണ്ടായി വെള്ളത്തിൽ ചാടാൻ ചെന്നപ്പോൾ അവിടെ ഒരു പുളവനെ കണ്ടിട്ട് തിരിച്ചു പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ മരിക്കുവാനായി പോയതല്ല. മരിക്കുവാൻ പോകുന്നവർക്ക് എന്ത് വന്നാലും പ്രശ്നമില്ല. അത് അല്ലാതെ വേറെ എന്തെങ്കിലും ചെറുത് സംഭവിച്ചാൽ അതൊട്ട് കാര്യവുമില്ല. അതാണ് മരിക്കാൻ ഇറങ്ങിപ്പെട്ടവരുടെ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെയുള്ള ചിന്തയോടുകൂടെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം. കാരണം ക്രൂശെടുത്ത് അനുഗമിക്കണം. അപ്പോൾ എനിക്ക് പ്രാധാന്യമില്ല, ഞാൻ മരിക്കാൻ ഓൾറെഡി റെഡിയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രസക്തിയില്ല. രണ്ടാമത്, എൻ്റെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ പ്രസക്തിയില്ല. കാരണം അവരെയും ത്യജിക്കുവാൻ, മറക്കുവാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്, എനിക്കുള്ളതിനെ മറക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നും നോക്കിയിട്ടിറങ്ങാൻ പറ്റുകയില്ല. കാരണം ഒരിക്കൽ യേശു ഒരു വ്യക്തിയോട് പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വരുന്നുവെങ്കിൽ നീ എന്നെ നോക്കേ. കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് എന്തുകൊണ്ട്? ഒരു കൂടുകൊണ്ട്. എനിക്കൊന്നുമില്ല. അതുകൊണ്ട് ആ ലക്ഷ്യം, നിന്റെ ലക്ഷ്യം നീ കറക്റ്റ് ചെയ്യണം. വേറൊരാൾ പറഞ്ഞു, അയ്യോ എൻ്റെ അപ്പനെ ഒന്ന് കുഴിച്ചിട്ടിട്ടു ഞാൻ നിന്നെ അനുഗമിക്കാം. അപ്പോൾ യേശു പറഞ്ഞു, നിന്നെ വിളിച്ചിരിക്കുമ്പോൾ നീ അത് ചെയ്യാം, മറ്റുള്ളവർ അത് ചെയ്യട്ടെ. മൂന്നാമത് ഒരു വ്യക്തിയോട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ പറഞ്ഞപ്പോ അവനെന്താ പറഞ്ഞെന്നറിയാമോ? അവന്റെ ജീവിതത്തിലും അവനെന്തോ തടസ്സം പറയുമ്പോൾ യേശു പറയുകയാണ്, കലപ്പിക്ക് കൈവച്ച ശേഷം അങ്ങനെ മുന്നോട്ട് മാറുന്നവരും എനിക്ക് പ്രയോജനമുള്ളതല്ല. അപ്പോൾ മുന്നോട്ട് മാത്രം ലക്ഷ്യം വെച്ച് മരണം വന്നാലും താനെയും തന്റെ കുടുംബത്തെയും തന്റെ പ്രിയപ്പെട്ടവരെയും തനിക്കുള്ളതിനെയും ത്യജിച്ച് കർത്താവിന്റെ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നവനാണ് ശിഷ്യൻ. ഇതാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം സാരാംശമായി കണ്ടത്. ഇന്ന് അതിന്റെ ബാക്കി പറയുന്നത് എങ്ങനെയാണ് ശിഷ്യൻ ആകുന്നതിന് മുൻപേ അവിടെ കർത്താവ് പറഞ്ഞത് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ പ്രധാനമായി പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശിഷ്യരാക്കുക, അതിനെയാണ് നാം കണ്ടത്. അതിന് സ്നാനം ആവശ്യമാണ്. രണ്ട്, കർത്താവ് പഠിപ്പിച്ചതൊക്കെയും ജീവിതത്തിൽ പ്രായോഗികത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് നാം സ്നാനത്തെ കുറിച്ചാണ് കാണുന്നത്. എന്തിനാണ് പെന്തക്കോസ്ത് സമൂഹത്തിൽ സ്നാനത്തെ കുറിച്ച് പഠിപ്പിക്കേണ്ടതെന്ന് പലരും ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ നമ്മുടെ സ്നാനം വേദപുസ്തകം എന്ന് പറയുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഉള്ള ഒരു ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ഭാഗമാക്കുന്നതല്ല. ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികളും സ്നാനത്തെ അംഗീകരിക്കുന്നുണ്ട്. പിന്നെ ഉള്ള പ്രശ്നം എങ്ങനെ സ്നാനപ്പെടണം, എപ്പോൾ സ്നാനപ്പെടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്നാനം എന്നുള്ളത് ക്രിസ്ത്യ സമൂഹത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ പെട്ടതാണ്. അത് ആര് തന്നെയാണെങ്കിലും സ്നാനം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം എന്താണ്, എങ്ങനെയാണ് സ്നാനം ഒരു തുടക്കം ഉണ്ടായത്? നമുക്ക് അതിനെ കാണാൻ കഴിയുന്നത് യഹൂദന്മാരുടെ ചരിത്രത്തിൽ കഴുകലെന്നുള്ള ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതായത് അവരെ അശുദ്ധമായി വന്നാലും വന്നില്ലെങ്കിലും പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുൻപേ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൂടാതെ ആരെങ്കിലും അശുദ്ധമായെങ്കിൽ അതിനുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കഴുകൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്നാനത്തിന്റെ പിന്നിലുള്ള ഒരു തത്വം അത് മാത്രമാണ്. അത് മാത്രമല്ല,
വേദപുസ്തകത്തിൽ പത്രോസ് പറഞ്ഞിരിക്കുകയാണ്, ആദ്യമായി മനുഷ്യവർഗത്തിൽ ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുടുംബമുണ്ട്. അത് നോഹയും കുടുംബവുമാണ്. ആ നോഹയും കുടുംബവും സ്നാനത്തിന് തത്തുല്യമായ ഒന്നിൽ കൂടെ അവർ കടന്നുപോയി എന്ന് പത്രോസ് ഇതിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. കാരണം നോഹയും കുടുംബവും സ്നാനത്തിന് തത്തുല്യമായി വെള്ളത്തിൽ കൂടെ അവരെന്തോ ചെയ്തു, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെട്ടവരുടെ ആദ്യത്തെ ചരിത്രം വേദപുസ്തകം പറയുമ്പോൾ അവിടെ ആ സ്നാനത്തിന് മുൻകുറി എന്നത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് രക്ഷപ്പെട്ടത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളാണ്. അവരുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്നു, അവരാ വെള്ളത്തിലും ആകാശത്തിലും സ്നാനമേറ്റ് മോശയോടെ ചേർന്നു. അപ്പോൾ ആയതുകൊണ്ട് അവിടെയും പറഞ്ഞിരിക്കുന്ന കാര്യം സ്നാനം എന്നുള്ളത് അവിടെ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ രക്ഷപ്പെട്ടവരൊക്കെയും ഇതിൽ കൂടെയോ ഇതിന് സമാനമായ എന്തിനെങ്കിലും കൂടെ കടന്നുപോയിട്ടുണ്ട്. പിന്നീട് നാം ചരിത്രത്തിൽ കാണുന്നത് യോഹന്നാൻ സ്നാപകനാണ് ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് വിളിച്ചിട്ട് സ്നാനപ്പെടുവാൻ പറഞ്ഞിരിക്കുന്നത്. ആ സ്നാനത്തെ കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 33 മുതൽ നമ്മൾ വായിക്കുന്ന ഉടനെ അവിടെ യോഹന്നാൻ പറയാണ്, സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നോ അവനാണ് മെസ്സിഹ എന്നുള്ളൊരു അടയാളം കൊടുത്തു. അപ്പോൾ തന്നെ സ്നാനപ്പെടുത്തുവാൻ അയച്ചത് ദൈവമാണെന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്നാനം ദൈവത്തിൽ നിന്നുള്ളതാണെന്നാണ് അതിന്റെ അർത്ഥം. അതുകൂടാതെ ലൂക്കോസ് ഈ യോഹന്നാൻ സ്നാപകന്റെ സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ താൻ പറയുന്നു അത് ദൈവത്തിന്റെ ആലോചനയായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആലോചന ആണെങ്കിലും ദൈവം തന്നെയാണ് യോഹന്നാനെ സ്നാനപ്പെടുത്തുവാൻ അയച്ചതെന്ന് യോഹന്നാൻ പരസ്യമായി സാക്ഷ്യം പറഞ്ഞതായി യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്നാനത്തിന് യേശുക്രിസ്തു പറഞ്ഞ സ്നാനത്തിന് മുൻപ് തന്നെ സ്നാനത്തിന് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് പരീശന്മാരും ശാസ്ത്രിമാരും ഇത് നിരസിച്ചു. അങ്ങനെ അവര് ദൈവത്തിന്റെ ആലോചനയാണ് നിരസിച്ചത്. അത് അംഗീകരിച്ച ചുങ്കക്കാരും പാപികളും ദൈവസന്നിധാനത്തിൽ സന്തോഷിച്ചു. കാരണം അവർ ദൈവത്തിന്റെ ആലോചന ഏറ്റെടുത്തതുകൊണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു സ്ഥാപിക്കുന്ന സ്നാനത്തിന് മുമ്പുള്ള സ്നാനമായ യോഹന്നാന്റെ സ്നാനവും ദൈവിക ആലോചനയും അത് ദൈവം തന്നെ സ്നാനപ്പെടുത്തുവാൻ അയച്ചതു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിന്റെ ആധികാരികമായ പിന്നിലുള്ള ശക്തിയെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതുകൂടാതെ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഉപയോഗിച്ച് തന്റെ ശുശ്രൂഷ കാലത്ത് അനേകരെ സ്നാനപ്പെടുത്തി. ആരെയാ സ്നാനപ്പെടുത്തിയത്? അനേകരെ. യോഹന്നാൻ സ്നാനപ്പെടുത്തിയവരെക്കാൾ അധികം. ഒന്ന് വായിച്ച്, അതാണ് ആദ്യം ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, വായിച്ച്. കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതായി. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ ആയിരങ്ങൾ യോഹന്നാനാൽ സ്നാനമേറ്റു. അവിടെ പറഞ്ഞിരിക്കുക യെരൂശലേമിലും യഹൂദിയയിലും യോർദാന്റെ ഇരുകരയിലുമുള്ള ആൾക്കാർ കടന്നു വന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. അതുകൂടാതെ പട്ടാളക്കാർ വന്നു, ശാസ്ത്രിമാരിൽ ചിലർ വന്നു, പരീശന്മാരിൽ ചിലർ വന്നു എന്നൊക്കെ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വലിയ സമൂഹമായിരുന്നു. അതിനേക്കാൾ അധികം ആര് സ്നാനപ്പെടുത്തി? യേശുക്രിസ്തു കൽപ്പിച്ചിട്ട് തന്റെ ശിഷ്യന്മാർ അനേകരെ സ്നാനപ്പെടുത്തി എന്ന് മറ്റുള്ളവർ കേട്ടു. അപ്പോൾ യോഹന്നാൻ സ്നാനപ്പെടുത്തിയതിനേക്കാൾ അധികം യേശു തന്റെ ശിഷ്യന്മാരെ ഉപയോഗിച്ച് സ്നാനപ്പെടുത്തിയ ശേഷമാണ് താൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ ഇവിടെയുള്ളവരെയൊക്കെ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ലോകത്തിലെ എല്ലായിടത്തും പോകണം. സർവ്വ ലോകത്തിലും പോയി സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരെയും സ്നാനപ്പെടുത്തണം. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മുങ്ങുക, മുഴുകുക, ഒരു കംപ്ലീറ്റ് ക്ലൻസിങ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ കുറച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മലയാള ഭാഷയിൽ പഴയ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് മുമ്പേ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നിടത്തൊക്കെയും മാമോദിസ മുക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും മെയിൻ ലൈൻ ചർച്ചസ് ഒക്കെയും ഉപയോഗിക്കുന്ന പദം, മാമോദിസ മുക്കുക എന്ന്. അവർ മുക്കുന്നത് അല്ലെങ്കിൽ പോലും അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ ഒറിജിനൽ അർത്ഥത്തിൽ നിന്ന് അവർ ഗ്രഹിച്ചതിന്റെ പദമാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, മാമോദിസ മുക്കുക.
അപ്പോൾ അവർ തന്നെ വിളിച്ചു പറയുകയാണ് മാമോദിസ എന്നുള്ളത് മുക്കുകയായിരുന്നു. അവരുടെ ട്രാൻസ്ലേഷനിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. അവർ ഇന്ന് ഉപയോഗിക്കുന്ന പദം അത് തന്നെയാണ്. അതിന്റെ കാരണം ഈ ഒറിജിനലായി ഈ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം മുക്കുക, മുഴുക, നിമജ്ജനം ചെയ്യുക, ഒരു കംപ്ലീറ്റ് കഴുകൽ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് ശരീരത്തിന്റെ അഴുക്ക് കളവാനുള്ള കഴുകലല്ല എന്ന് പത്രോസ് എടുത്തും പറഞ്ഞിട്ടുണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ. അതുകൊണ്ട് ഇത് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ പറയുന്നത് കുമ്രാൻ സൊസൈറ്റിയിൽപ്പെട്ടവര് മാത്രമായിരുന്നു. അവര് പോയി യോർദാൻ കരയിലാണ് താമസിച്ചിരുന്നത്. കാരണം അവർക്ക് യോർദാനിൽ മുങ്ങി സ്നാനപ്പെടുവാൻ. അത് കഴിഞ്ഞ് യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയത് മുങ്ങിയായിരുന്നു, ധാരാളം വെള്ളം ഉണ്ടായിരുന്നു എന്നേ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവും മുക്കിയാണ് സ്നാനപ്പെടുത്തിയത്, യേശുവും മുങ്ങിയാണ് സ്നാനപ്പെട്ടത്. കാരണം യോഹന്നാൻ അവനെ സ്നാനം കഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയാറേ എന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, അപ്പോസ്തലന്മാരൊക്കെയും സ്നാനപ്പെടുത്തിയത് വെള്ളമുള്ളിടത്തായിരുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 1ഉം 2ഉം നൂറ്റാണ്ടിൽ സ്നാനം എന്നുള്ളത് മുങ്ങിയായിരുന്നു. 2ആം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഈ ശിശു സ്നാനം എന്നുള്ള കാര്യം സഭയിലേക്ക് കടന്നു വന്നത്. അത് യോഹന്നാന്റെ പഠിപ്പീരോ യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരോ അത് അപ്പോസ്തലന്മാരുടെ പഠിപ്പീരോ ആയിരുന്നില്ല. 200 വർഷം കഴിഞ്ഞപ്പോൾ സൗകര്യാർത്ഥം രോഗികളായിട്ടുള്ള പ്രായമുള്ളവരെയും അല്ല കൊച്ചു കുഞ്ഞുങ്ങളെയും അവർ സ്നാനപ്പെടുത്തുവാൻ തുടങ്ങി, വെള്ളം തളിച്ച്. കാരണം രോഗികൾക്ക് മുങ്ങുവാൻ പറ്റുകയില്ല എന്നുള്ള വാദി. കാരണം അവരെ കൊണ്ടുപോയി കുളത്തിലോ വെള്ളത്തിലോ മുക്കുവാൻ സാധ്യമല്ല. എന്തുകൊണ്ട് സ്നാനപ്പെടണം? ഇത് പാപമോചനത്തിന് വേണ്ടി ആയിരിക്കുന്നതിനാൽ അവരെ സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകയില്ല എന്നുള്ളൊരു ഉപദേശം കടന്നു വന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവരെ സ്നാനപ്പെടുത്തിയില്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അവരെ സ്നാനപ്പെടുവാൻ പ്രായമാകുന്നതിന് മുൻപേ മരിച്ചുപോയാൽ സ്വർഗത്തിൽ പോകയില്ല എന്നുള്ള ഒരു നവീന ഉപദേശം കടന്നു വന്നു ചില വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ശിശു സ്നാനവും മുക്കുന്നതിന് പകരം തളിപ്പ് സ്നാനവും സഭയിൽ കടന്നു വന്നതെന്ന് സഭാ ഹിസ്റ്ററിയിൽ പ്രധാനമുള്ള എല്ലാ ചരിത്രകാരന്മാരും അത് വിവരിക്കുന്നുണ്ട്. എന്നാൽ വല്ലവർക്കും ഇത് മാറ്റുവാൻ അധികാരമില്ല. കാരണം ഇത് കൽപ്പിച്ച വ്യക്തിക്ക് മാത്രമേ ഇതിനെ തിരുത്തുവാൻ അവകാശമുള്ളൂ. നമ്മളൊരു ബിൽപത്രം എഴുതിയെന്നിരിക്കട്ടെ, ആ വ്യക്തി എഴുതി വെച്ച അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ അതിന് കറക്ഷൻ വരുത്തുവാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം മരിച്ച ശേഷം ആര് തന്നെ നോക്കിയാലും ആ ബിൽപത്രം ചേഞ്ച് ചെയ്യാൻ കഴിയുകയില്ല. എത്ര വലിയ മിടുക്കനാണെന്ന് പറഞ്ഞാലും ചേഞ്ച് ചെയ്താൽ അത് കുഴപ്പമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു താൻ മരിക്കുന്നതിന് മുൻപേ സ്നാനപ്പെടുത്തി കാണിച്ചു. മരിച്ച ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാർ സ്നാനപ്പെടുത്തിയത് അതാണ് തന്റെ അവസാനത്തെ വില്ല്. ആ വില്ലിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞത് അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയ രീതിയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു സ്നാനപ്പെടുത്തിയ രീതിയാണ്, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാനപ്പെടുത്തി കണ്ടതാണ് സ്നാനത്തിന് നാം ഏറ്റെടുക്കേണ്ടതായ അടിസ്ഥാനപരമായ തത്വം. അതാണ് വേദപുസ്തകത്തിലുടനീളം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്നാനം എന്നുള്ളത് മുങ്ങിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, കുഞ്ഞിനെ അങ്ങ് സ്നാനപ്പെടുത്തിയെന്നിരിക്കട്ടെ, അതിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം വേദപുസ്തകം വളരെ ശക്തമായി പഠിപ്പിക്കുന്നത് മാനസാന്തരപ്പെടുന്നവർ സ്നാനപ്പെടണം, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണം, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷിതാവായി കർത്താവിനെ സ്വീകരിച്ചവർ സ്നാനപ്പെടണം. അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല എന്ന് യേശു പഠിപ്പിച്ചു. കാരണം അവർ ഓൾറെഡി ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവരാണെന്ന് കർത്താവ് പഠിപ്പിച്ചത് കൊണ്ട് അവർക്കതിന്റെ ആവശ്യമില്ല. കാരണം യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വിടുവിൻ, അവരെ തടുക്കരുത്. ഇങ്ങനെയുള്ളവരോടാണ് ദൈവരാജ്യം. അപ്പോൾ അവർ ഓൾറെഡി ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. അത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ സ്വർഗത്തിൽ പോകും. അവന് തെറ്റും ശരിയും തിരിച്ചറിയുന്ന കാലയളവ് വരെ അവന്റെ ജീവിതത്തിൽ അവൻ പാപിയായി ദൈവം കരുതുന്നില്ല. അതിനുള്ള കാരണം കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ചു. മനുഷ്യർ ജന്മപാപം എന്ന് വിളിക്കുന്ന പാപം അവരുടെ ജീവിതത്തിൽ ആദമ്യ പാപത്തിന്റെ ഫലമായി ഒരു കുഞ്ഞു പാപിയായി തീർന്നു എന്നുള്ള കാരണത്താൽ നരകത്തിൽ പോകരുതെന്നുള്ളതിനാൽ കർത്താവായ യേശു ക്രിസ്തു സർവ്വ ലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിച്ചു. അതുകൊണ്ട് ഏത് ജാതിയിൽപ്പെട്ടവരും ഒരു നന്മയും തിന്മയും തിരിച്ചറിയുന്നതിന് മുൻപേ ഒരു പൈതൽ മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോകും. കാരണം യേശു
ആ കുഞ്ഞിന്റെയും പാപത്തിന് വേണ്ടിയിട്ടാണ് മരിച്ചത്. പഴയ നിയമത്തിൽ യേശുവിന്റെ പരമയാഗത്തെ കണ്ടുകൊണ്ടാണ് പഴയ നിയമ ഭക്തന്മാർ യാഗം കഴിച്ചിരുന്നത്. ആ യാഗം കഴിച്ചതുകൊണ്ട് അവര് ദൈവവുമായി നിയമം ചെയ്തിരുന്നു. അങ്ങനെ ഉണ്ടായി ഇരുന്ന കാലഘട്ടത്തിൽ വ്യഭിചാരത്തിൽ ജനിച്ച ഒരു കുഞ്ഞെ, ദാവീദിനെ ബത്ശേബയിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞ് മരിച്ചു പോകുകയാണ്. മരിക്കുന്ന ഉടനെ ദാവീദ് പറയുന്നത്, എനിക്ക് അവനെ ചെന്ന് കാണാനേ പറ്റുകയില്ല, അവനെ എനിക്ക് എന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തിനാണ് ഞാൻ ഉദാഹരണം കൊണ്ടുവന്നത്? വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞായിട്ട് പോലും എവിടെ പോകുമെന്ന ദാവീദ് വിശ്വസിച്ചത്? സ്വർഗത്തിലേക്ക് പോകും. ദാവീദ് പോകുന്ന സ്ഥലത്തേക്ക് ആ കുഞ്ഞും പോയി. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായി തീരുകയും ദൈവം അവന്റെ പാപത്തെ ക്ഷമിക്കുകയും അവനെ നീതീകരിക്കുകയും ചെയ്തു എന്ന് വേദപുസ്തകം ഉടനീളം ശക്തിയായി യുക്തമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ദാവീദ് സ്വർഗത്തിലാണ് പോയത്. ആ ദാവീദ് പോകുന്ന സ്ഥലത്ത് വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞു പോലും പോയെങ്കിൽ സകല കുഞ്ഞുങ്ങൾക്കും എങ്ങോട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്? സ്വർഗമല്ലാതെ വേറെ ഒന്നുമല്ല. എന്നാൽ എന്തുകൊണ്ടാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടേണ്ടത്, മാനസാന്തരപ്പെടേണ്ടത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്? കാരണം യേശു ക്രിസ്തു എന്ന ഏക മാർഗം മാത്രമേ ദൈവം വെച്ചിട്ടുള്ളൂ. യേശുവിനെ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നാം ദൈവത്തിന്റെ സ്ഥലമായി ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് നാം തള്ളപ്പെടുന്നത്. ആ ഒറ്റ കാരണത്തിലാണ്. അല്ലാതെ നാം പാപം ചെയ്തത് കൊണ്ടല്ല. പാപം ചെയ്തതിന് വേണ്ടതായ മരുന്ന്, അതിൽ നിന്നുള്ള വിമുക്തി ദൈവം ഒരുക്കി വെച്ചതിനെ റിജക്റ്റ് ചെയ്തു. അതിന് നല്ലൊരു ഉദാഹരണമാണ് കർത്താവ് തന്നെ പറഞ്ഞത്. കർത്താവ് കണ്ടവരെയും കേട്ടവരെയും ഒക്കെയും പറഞ്ഞു, വിളിച്ചവരെ കല്യാണ സദ്യക്ക് വരാഞ്ഞപ്പോൾ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവർക്കും പ്രവേശനമുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ, വാതിക്കൽ വരുമ്പോൾ രാജാവിന്റെ മകന്റെ വിവാഹമായിരിക്കുന്നത് കൊണ്ട് രാജാവ് കൊടുക്കുന്ന കല്യാണ വസ്ത്രം ധരിച്ചിട്ട് അകത്ത് കയറണം. എല്ലാവരും ഒരുപോലെ തോന്നണം. എല്ലാവരും രാജാവിന്റെ ഈ കല്യാണത്തിന് വരാൻ സ്വാഗതമാണ്, വിളിച്ചതാണ്. പക്ഷേ ഈ വസ്ത്രം ധരിക്കാതെ അകത്ത് കയറാൻ പാടില്ല. വസ്ത്രം ധരിക്കാതെ കടന്നു വന്ന മനുഷ്യനെ പുറത്തു കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ദൈവം സകല മനുഷ്യർക്കും ഈ ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതിനെ അംഗീകരിക്കാതിരിക്കുന്നത് അവനവന്റെ ചോയ്സ് ആണ്. അപ്പോൾ എന്റെ ചോയ്സ് കൊണ്ട് മാത്രമാണ് ഞാൻ സ്വർഗത്തിൽ പോകാതിരിക്കുന്നത്. നരകത്തിൽ പോകുന്നതിന് ദൈവം ആരെയും അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല. സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സർവ്വലോകത്തെയും സ്നേഹിച്ചിട്ടാണ് യേശു ക്രിസ്തുവിനെ ദൈവം തന്നത്. ആയതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് ദൈവം ഒരുക്കി വെച്ച ആ വലിയ സ്വർഗത്തിന്റെ സന്തോഷം ലഭ്യമാക്കുവാൻ കർത്താവിൽ കൂടെ നമ്മുടെ ശിക്ഷ ഇല്ലാതാക്കി രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷയുമില്ല. ശിക്ഷ ഇല്ലാത്തവനാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പോൾ എന്താണ് ശിക്ഷ? ശിക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുക. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നിടത്ത് അത് പിശാചും അവന്റെ കൂട്ടരുമാണെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം നഷ്ടപ്പെട്ടവരാണെന്നുള്ള ബോധ്യം മാത്രമാണ് നമുക്കൊരു രക്ഷ വേണമെന്നുള്ള ചിന്താഗതി നൽകുന്നത്. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആയതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അങ്ങനെ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി, മാനസാന്തരപ്പെട്ട വ്യക്തി, കർത്താവിനെ രക്ഷിതാവും രാജാവുമായി അംഗീകരിക്കുന്ന വ്യക്തി, അവനോടുകൂടെ ഐഡന്റിഫൈ ചെയ്യുന്ന, എന്തിനോട് ഐഡന്റിഫൈ ചെയ്യുന്നത്? പാപസംബന്ധമായി മരിച്ചു കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ വെള്ളത്തിന്റെ അടിയിൽ നാം പോയിട്ട് അടക്കപ്പെട്ടതിന് സാദൃശ്യമായി ഒരു സാദൃശ്യം ഉണ്ടായ ശേഷം ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉപമാനമാണ് സ്നാനം. അപ്പോൾ നാം പാപസംബന്ധമായി മരിച്ചു എങ്കിൽ മാത്രമേ നാം സ്നാനപ്പെടാവൂ. ഇതാണ് എനിക്ക് ഊന്നിപ്പറവാനുള്ളത്. സ്നാനം എന്നുള്ളത് പെന്തക്കോസ്തിൽ ചേരാനല്ല, കർത്തൃമേശ എടുക്കാനല്ല, കല്യാണം കഴിക്കാനല്ല, വീസ കിട്ടാനല്ല. ഇതൊക്കെയാണ് ഇന്ന് ലോകത്തിൽ കൂടുതലും നടക്കുന്നത്. പ്രായമാകുന്നുടനെ 10-15 വയസ്സാകുന്ന ഉടനെ ബാക്കിയുള്ളവരെല്ലാം സ്നാനപ്പെടും. കർത്തൃമേശ എടുക്കുന്നത് കൊണ്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ, നീ എന്താ സ്നാനപ്പെടാത്തത്? ഇതല്ല സ്നാനത്തിന്റെ അടിസ്ഥാന തത്വം. സ്നാനപ്പെടുന്നത് പാപസംബന്ധമായി ഞാൻ മരിച്ചു, കാരണം ഞാൻ ലോസ്റ്റായിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചു. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ ആരുടെ വകയാണ്? ലോകത്തിൽ പിശാചിന്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ച വ്യക്തിയാണ്. അതിൽ നിന്ന് മാറി യേശുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്നാനത്തിന് വേണ്ടി
അതിന്റെ ഡെഫിനിഷൻ കൊടുക്കുന്ന പൗലോസ് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ ശക്തമായി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പാപസംബന്ധമായി മരിച്ചു എന്നുള്ള ബോധ്യമാണ് സ്നാനത്തിന് ആധാരമായി ദൈവം അംഗീകരിച്ചിരിക്കുന്ന തത്വം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇനി പാപവുമായി ഒരു ബന്ധവുമില്ല, പാപമായി ഞാൻ മരിച്ചു, ഞാൻ ഇനിയും ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, അതിനുവേണ്ടി ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു പുതിയ വ്യക്തിയായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത്. അത് ഒരു വിവാഹത്തിന് തുല്യമായി പറഞ്ഞിട്ടുണ്ട് റോമാലേഖനം 7-ാം അധ്യായത്തിൽ. പഴയ ഭർത്താവിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചതോടുകൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ആ വേറൊരു പുരുഷനെ വിവാഹം കഴിച്ച് ആ വിവാഹത്തിൽ കൂടെ അവന്റെ കൂടെ പോയി താമസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ പഴയ ബന്ധം അവസാനിപ്പിച്ച് പുതിയ ബന്ധത്തിൽ പോയി കഴിയുന്ന ഉടനെ പഴയ ബന്ധത്തിൽ പിന്നെ യാതൊരു പ്രസക്തിയുമില്ല. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുവാൻ ഒരിക്കലും സാധ്യമല്ല. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാപസംബന്ധമായി മരിച്ചു കഴിയുമ്പോൾ, നാം ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ പിന്നെ നമ്മളെ അല്ല പ്രൊജക്ട് ചെയ്യുന്നത്. പിന്നെ എന്താ, ആരെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്? ക്രിസ്തുവിനെ. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കും. കാരണം ആ വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 27-28 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, സ്നാനം എന്നുള്ളത് നാം ക്രിസ്തുവിനെയാണ് പിന്നെ പ്രതിബിംബിക്കേണ്ടത്. കാരണം നമ്മുടെ വസ്ത്രം എങ്ങനെ നാം ധരിക്കുന്നുവോ, നമ്മളെ കാണിക്കാതെ നമ്മുടെ വസ്ത്രം നാം പുറത്തു കാണിക്കുന്നത് പോലെ സ്നാനത്താൽ നാം ക്രിസ്തുവിനെ ധരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിട്ട് പിന്നീട് യേശുവിനെയാണ് കാണിക്കേണ്ടത്. വായിച്ച്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ മറ്റ് സ്ഥാപകരോട് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവർ വായിച്ചറിയുന്ന പത്രങ്ങളാണ്. ആരെ വായിച്ചറിയാവുന്ന? ക്രിസ്തുവിനെ വായിച്ചറിയുന്ന പത്രങ്ങൾ. അപ്പോൾ സ്നാനം എന്നുള്ളത് നാം ക്രിസ്തുവിനെ കാണിക്കുന്ന, നമ്മുടെ ജീവിതം മരിച്ചുപോയി, പിന്നെ നമുക്ക് ആരെ കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ച്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് അതിന്റെ ലാസ്റ്റ് നെയിം മാറുന്നത് പോലെ ആ മെയ്ഡൻ നെയിം അപ്പന്റെ നെയിമായി. അത് എന്തോ ചെയ്തു? വിവാഹം കഴിച്ചതോടുകൂടെ മാറി. പിന്നെ ആരെയാണ് പേരിൽ അറിയപ്പെടുന്നത്? ഭർത്താവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതാണ് സ്നാനത്താൽ സംഭവിക്കേണ്ടത്. സ്നാനത്താൽ സംഭവിക്കേണ്ടത് പിന്നീട് ആ പഴയ വ്യക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല. പുതിയ വ്യക്തിയായ ക്രിസ്തുവിനെ നാം പ്രതിബിംബിക്കുകയാണ്, യേശുവിനെ ധരിക്കുകയാണ്, യേശുവിനെ റിഫ്ലക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്തെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് ലഭിക്കുന്നത് ഒരു നല്ല മനസ്സാക്ഷി. എന്താ? സ്നാനപ്പെടുന്ന ഉടനെ എന്തുകൊണ്ട് നമുക്ക് ധൈര്യമായി പറവാൻ കഴിയും? ഞാൻ സ്വർഗത്തിൽ പോകുന്നു, കർത്താവിനോട് ചേർന്നിരിക്കുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു വലിയ ആളാണ് ഒരു പെൺകുട്ടിക്ക് അറിയാമെങ്കിൽ ആ അദ്ദേഹത്തിനുള്ളതൊക്കെയും അവരുടേതാണെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വീട്ടിലുള്ള സകലത്തിനും അവർ അധികാരിയായി മാറുന്നത് പോലെ നാം കർത്താവിനോട് ചേർന്ന് കഴിയുമ്പോൾ, കർത്താവിനെ ധരിച്ചിരിക്കുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതിൽ നിന്നാണ് ഈ കല്യാണത്തിനൊക്കെ ഭർത്താവിന്റെ വീട്ടുകാർ കൊടുക്കുന്ന ഒരു വസ്ത്രം എടുത്ത് എവിടെ ഇടുന്നത്? പെൺകുട്ടിയുടെ തലയിൽ ഇടുന്നത്. അതിന്റെ കാരണം അങ്ങനെയായിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അവൾ ധരിച്ചിട്ട് വന്ന വസ്ത്രം പോലും അവളെ എന്ത് ചെയ്യുക? മാറ്റുക. എന്നിട്ട് ഭർത്താവിന്റെ വകയായതുകൊണ്ട് ഭർത്താവ് കൊടുക്കുന്ന, അതിന് മന്ത്രകോടി എന്നൊക്കെയാണ് അവര് പറയുന്നത്. എന്നാൽ അത് ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇവൾ ഇനി ആ പഴയ കുടുംബത്തിന്റെ യാതൊന്നും അവകാശിയല്ല. പുതിയ കുടുംബത്തിൽ അവളുടെ വസ്ത്രം പോലും ഭർത്താവ് കൊടുത്തതാണ് എന്നർത്ഥം. അതാണ് ഇവിടെയും പ്രതിബിംബിക്കുന്നത്. എന്താ? നാം പഴയ കുടുംബമായി പിന്നെ ഒരു ബന്ധവുമില്ല, പുതിയ കർത്താവിനെ നാം ധരിച്ചിരിക്കുന്നു. ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് നല്ല മനസ്സാക്കിയാണ്, എന്റെ പഴയതൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല, ഞാൻ കർത്താവിനെ അനുസരിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ലഭിക്കുന്നത് സ്നാനത്താൽ ഒന്നാമത് ലഭിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള വലിയൊരു ഉറപ്പ്, ഞാൻ കർത്താവിന്റെ വകയാണ്, ഞാൻ കർത്താവിൻ്റെതാണ് ധരിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ പിന്നെ കർത്താവിന്റെ വകയെല്ലാം എൻ്റെ വകയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു പൈതലിന് യാതൊരു സംശയം കൂടാതെ പറവാൻ കഴിയും, ഞാൻ സ്വർഗ്ഗത്തിൽ പോകുന്നത്. കാരണം അവന്റെ അവകാശം എന്ന് പറയുന്നത് കർത്താവിന് ലഭിച്ച സകലതുമാണ്. പുത്രനെ തന്നവൻ അതോടുകൂടെ സകലതും നൽകിയില്ലയോ? കർത്താവിൻ്റെതായ
കൂട്ടവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഈ ഉറപ്പാണ് നമുക്ക് ലഭിക്കേണ്ടത്. ആ ഉറപ്പാണ് നാം മരിച്ച് ഈ വികൃതിയോട് ചെയ്യുന്നുടനെ, കർത്താവിനെ ധരിക്കുന്നുടനെ കർത്താവ് നമുക്ക് നൽകുന്നത്. അല്ലാതെ സ്നാനം എന്ന് പറയുന്നത് സമുദായത്തിൽ നിന്ന് മാറി വേറൊരു ഡിനോമിനേഷന്റെ ഭാഗമാക്കാൻ ചെയ്യുന്ന ഒരു പരിപാടിയേ അല്ല. അത് പാപസംബന്ധമായി മരിച്ച ഒരു വ്യക്തി എന്നേക്കുമായി പാപവുമായി യാത്ര പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിന്റെ ഉടയവനായി തീരുവാൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഒരു പുതിയ പേര്. എന്താണ് പുതിയ പേര്? ഇവൻ ക്രിസ്തുവിന്റെ മക, ക്രിസ്ത്യാനി, ദൈവ പൈതൽ, വിശ്വാസി, വിശുദ്ധൻ, ഇതൊക്കെയാണ് കിട്ടുന്ന പേര്. ആ പേര് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് പേര് ലഭിക്കുന്നത്. പഴയ പേര് മാറിപ്പോയി. പുതിയ പേര്, ഒരു പുതിയ ഐഡന്റിറ്റി, ഒരു പുതിയ മനസ്സാക്ഷി. കാരണം ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപത്തിന് വേണ്ടി സകല ശിക്ഷകളും ഏറ്റു. അതുകൊണ്ട് ഞാൻ ഫ്രീ ആണ്. എനിക്ക് യാതൊരു ഗിൽറ്റി ഫീലിംഗും ഇല്ലാതെ കർത്താവിന്റെ പിന്നാലെ ഞാൻ നടന്നു പോകുകയാണ്. അതാണ് സ്നാനം നമ്മെ വിളിച്ചറിയിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? സ്നാനം നമുക്ക് വലിയൊരു ഉറപ്പ് തരികയാണ്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഈ ലോകത്തിൽ മനുഷ്യർക്കൊക്കെയുള്ള ഭയം മരണമാണ്. എത്ര വലിയ മിടുക്കനും മരണത്തോട് സമീപിക്കുമ്പോഴാണ് എങ്ങോട്ട് പോകുന്നു എന്ന് അറിഞ്ഞില്ലെങ്കിൽ വലിയൊരു വിഭ്രാന്തി. കാരണം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാതെ മുന്നോട്ട് പോകുന്ന ഉടനെ അവന്റെ ജീവിതത്തിൽ നാം സഭാപ്രസംഗിൽ വായിക്കുന്ന പോലെ മായയായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നാൽ ഒരു രക്ഷിക്കപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച് അവനോട് ചേർന്ന് അവന്റെ വകയായി ജീവിക്കുന്ന വ്യക്തിക്ക് ഉറപ്പുണ്ട്. എന്താണ്? അവന് നാളെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതാണ് വേദപുസ്തകം പറയുന്നത്. റോമാലേഖനം നമുക്ക് നോക്കിക്കേ, അതിന്റെ 6-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിന്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായി എങ്കിൽ അവന്റെ പുനരുത്ഥാനത്തോട് നിങ്ങൾ ഏകീഭവിക്കും. യാതൊരു സംശയവുമില്ലാതെ വളരെ ശക്തമായി അപ്പോസ്തലനായ പൗലോസ് എഴുതി തെളിയിക്കുകയാണ്. വായിച്ചേ. അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അവിടെ ഒരു സംശയവുമില്ല. വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല മനസ്സാക്ഷിയും കർത്താവിനോട് ചേർന്നതും മാത്രമല്ല, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന അവസ്ഥയല്ല, നമ്മൾക്കൊരു ഉറപ്പുണ്ട്. യേശുവിനെ ഉയർപ്പിച്ചതുപോലെ അവനോട് ചേർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റം ആ അനുഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇവിടെ ഇന്നുണ്ടായാൽ ഭൗതിക ജീവിതത്തിലും നമുക്കൊരു ഉയർപ്പുണ്ടാകും. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രതീക്ഷ. അതാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്, യാഥാർത്ഥ്യമാകുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടത് കൊണ്ട് ക്രിസ്തു ഉയർത്തതുപോലെ ഞാനും അവനെ ഉയർപ്പിച്ച ദൈവം എന്നെയും ഉയർപ്പിക്കും. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ കാതലായ പ്രതീക്ഷ. അപ്പോൾ സ്നാനമാണ് അതിന് നമുക്ക് ഉറപ്പ് നൽകുന്നത്. നാം ദൈവത്തിന്റെ വകയാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് പോലെ തന്നെ സ്നാനത്താൽ നാം ഒരു കാര്യം ലോകത്തോട് ഡിക്ലെയർ ചെയ്യുകയാണ്, ഞാൻ ഇനി ലോകത്തിന്റെ അല്ല, ഞാൻ ദൈവത്തിന്റെ വകയാണ്, ഞാൻ കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞു, കർത്താവുമായിട്ടുള്ള ഒരു പുതിയ ബന്ധത്തിൽ പുതിയ അനുഭവത്തിൽ ജീവിക്കുന്നു. ആയതുകൊണ്ടാണ് ഈ സ്നാനപ്പെട്ടവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ പള്ളിക്കാർ മാത്രമല്ല വെളിയിലുള്ളവർ പോലും ഇവൻ മുങ്ങിയവനാണ്, ഇവനിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നതെന്ന് അവർ പോലും പറയുന്നത്. കാരണം ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇവര് പരസ്യമായി പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു ജീവിതം ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ വേർതിരിഞ്ഞതാണ്. എന്നിട്ട് പഴയ പരിപാടി ചെയ്യുന്ന ഉടനെ അവിടെ ആയിരങ്ങൾ ആ പരിപാടി ചെയ്താലും ആർക്കും പ്രശ്നമില്ല. കാരണം അവരത് പറയുന്നില്ല. ഞങ്ങൾ വേർപെട്ടവരാണ്, ഞങ്ങൾ വിശുദ്ധരാണ്, ഞങ്ങൾ കർത്താവിനോടുകൂടെ സ്നാനപ്പെട്ട് അവന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ പോകുന്നവരാണെന്ന് അവർ പറയുന്നില്ല. അതുകൊണ്ട് അവിടെ എന്ത് നടന്നാലും ആർക്കും പ്രശ്നമില്ല. ഇങ്ങനെ സ്നാനപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പുറം ലോകം പോലും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇവൻ വ്യത്യസ്തനായിരിക്കണം. അവൻ അതിൽ നിന്ന് വ്യത്യസ്തത വരുത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എല്ലാവർക്കും അപമാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനത് നല്ല മനസ്സാക്ഷിയാണ്, നല്ലതായ ഒരു പ്രത്യാശ അവന് ലഭിക്കുന്നു. മൂന്നാമത് അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? അവൻ കർത്താവുമായി
അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഈ ലോകത്തിൽ അവൻ ജീവിക്കുന്ന ഉടനെ അവന്റെ ജീവിതത്തിൽ എന്തുണ്ട്? ഒരു ഉറപ്പുണ്ട്, ഞാൻ ആരുടെ വകയാണ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് പരസ്യമായി സാക്ഷിയാകുകയാണ്. കർത്താവിന്റെ നിന്ന ചുമന്നുകൊണ്ട് പുറത്തു പോവുകയാണ്. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കൂടെ ഒരു കാര്യം കാണുന്നുണ്ട്. അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന ഉടനെ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും പാപമോചനത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ ആണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് അതിന്റെ കാരണം? പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ യേശു പറഞ്ഞിട്ട് അപ്പോസ്തലന്മാർ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും അതിന് കാരണമുണ്ടോ? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ദൈവം എന്ന് പറയുന്നതിന് ആർക്കും ബുദ്ധിമുട്ടില്ല. ലോകത്തിലുള്ള സകല ദൈവവിശ്വാസികളും ദൈവം എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ നടുവിൽ പ്രസംഗിച്ച് നടന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചും അവർക്കറിയാം. അപ്പോൾ പിതാവായ ദൈവം എന്ന് അവർ പറയാറില്ല. കാരണം അവർക്ക് ആ ഒരു ദൈവമേ ഉള്ളൂ. നമ്മളാണ് പിതാവെന്നും പുത്രനും പരിശുദ്ധാത്മാവെന്നും ആ ദൈവത്തെ നാം വിളിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവമുണ്ടെന്ന് പറയുന്നതിന് ഒരു സംശയവുമില്ല. ദൈവം പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആത്മാവിനെ അയച്ചു എന്നുള്ളത് അവർക്ക് തടസ്സമില്ല. അവർക്ക് യേശുവാണ് ദൈവം എന്ന് പറയുന്നതിലേ ഉള്ളൂ പ്രശ്നം. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു സമ്പൂർണനായ ദൈവമാണെന്ന് അവര് തെളിയിക്കുകയായിരുന്നു. അതായിരുന്നു, അതിനെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഈ സമൂഹത്തിൽ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുന്ന ഉടനെ യേശു സമ്പൂർണനായ ദൈവമാണെന്ന് അവർ അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വേറെ ഒരു ദൈവവും ഇല്ല, യേശു മാത്രമാണ്. യേശുവിനാണ് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നത്. അതാണ് സ്നാനത്താൽ ആദ്യ നൂറ്റാണ്ടിൽ അവർ ചെയ്തത്. യേശു മാത്രം എന്റെ വക, യേശുവിനെ ഞാൻ ധരിച്ചിരിക്കുന്നു. യേശുവുമായി നല്ല ബന്ധത്തിൽ അവനെ അനുസരിച്ചപ്പോൾ എനിക്ക് നല്ല മനസ്സാക്ഷി, എനിക്കൊരു വലിയ പ്രതീക്ഷ. യേശുവിന്റെ മാത്രമാണ് ഞാൻ. അതാണ് അതിന്റെ അർത്ഥം, യേശുവിന്റെ മാത്രം. അങ്ങനെയുള്ളൊരു അർത്ഥമാണ് ഞാൻ ലോകത്തിന് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, എല്ലാവരും ഇങ്ങനെ സ്നാനപ്പെടുന്നവരെ ഉപദ്രവിച്ചിരുന്നു ആരംഭം തുടങ്ങി. കാരണം അവര് മറ്റതിനെ എല്ലാം റിജക്ട് ചെയ്യുകയാണ്. ബാക്കിയുള്ളതൊക്കെ കള്ളനും കവർച്ചക്കാരും തെറ്റായ മാർഗമാണെന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്. ബാക്കിയുള്ള ഏത് ദൈവങ്ങളെയും എടുക്കുന്നതിന് ഹൈന്ദവർക്ക് ഒരു എതിരുമില്ല. ആരെ വേണമെങ്കിലും നിങ്ങൾ ആക്കിക്കും. നാളെ ഇപ്പോൾ ജീവിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ ദൈവമാണെന്ന് പറഞ്ഞ് പ്രതിമ ഉണ്ടാക്കിയാൽ ആരും അവരെ തല്ലാറില്ല, അവരെല്ലാം പ്രൊമോട്ട് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് യേശുവിനെ മാത്രം അവര് ധിക്കരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ? ബാക്കി അവർ പറയുന്നത് ഒരുപാട് ദൈവമുണ്ട്, അവർക്ക് കാണുന്ന എല്ലാം ദൈവമാണ്. തുരുമ്പിലും തൂണിലും ദൈവമുണ്ടെന്ന് പറയുന്നവർക്ക് യേശുവിന്റെ ദൈവമാണെന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ അവിടെ അടിക്കുന്നത്, ഉപദ്രവിക്കുന്നത്? അവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? യേശു പറയുകയാണ് ഞാൻ മാത്രമാണ് ദൈവം. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം മാറിക്കൊടുക്കും, ബാക്കിയുള്ളവർക്കൊന്നും സ്ഥാനമില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവർ തമ്മിൽ ഉപദ്രവിക്കുന്നത്. ഒരു പ്രവാചകനെന്നോ ഒരു നബിയെന്നോ ഒരു ഗുരുവെന്നോ പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. നാം പറയുന്നത് യേശു മാത്രമാണ്. അതുകൊണ്ടാണ് ഈ സ്നാനം കൊണ്ട് അത് ഡിക്ലെയർ ചെയ്യാണ്, യേശു മാത്രമാണ് എൻ്റെ ഏകനാഥൻ, എൻ്റെ ഉടയവൻ, എൻ്റെ രക്ഷകൻ, എൻ്റെ എല്ലാം. അപ്പൊ അതാണ് സ്നാനത്തിൽ നാം ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി അർപ്പിക്കുന്നു. മരണത്തോട് തുല്യമായി നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു. നമുക്ക് പ്രസക്തി ഇല്ലാതെ യേശുവിനെ പ്രതിനിധീകരിക്കുന്ന ജീവിതം ചെയ്യുവാൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നു. ദൈവവുമായി നല്ല മനസ്സാക്ഷി കീപ്പ് ചെയ്യുന്നു. ദൈവം മാത്രമാണ് നമ്മുടെ സകലതും എന്ന് അംഗീകരിക്കുന്ന ഈ സ്നാനം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ആര് തന്നെ പറഞ്ഞാലും മുടക്കാൻ പാടില്ല. അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. കാരണം നമുക്ക് സ്നാനത്തെ കുറിച്ച് ഒരുപാട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാത്തത്. എന്താണെന്നറിയാമോ? ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ ജീവിച്ച മനുഷ്യരിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യൻ യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകൻ യേശുവിനോട് പറയാം, നിനക്ക് സ്നാനത്തിന്റെ ആവശ്യമില്ല, നീ എല്ലാം കൊണ്ടും തികഞ്ഞവനാണ്. പക്ഷെ യേശു പറയാണ്, അത് നല്ല കാര്യം, പക്ഷേ ഈ നീതി, ഈ നല്ല പ്രവൃത്തി ഞാൻ ചെയ്യട്ടെ. അങ്ങനെ ദൈവനീതി നിവർത്തിക്കണം, ദൈവം മുമ്പിൽ നല്ലൊരു പ്രവൃത്തി ചെയ്യണം.
എന്ന് യേശു പറഞ്ഞിട്ട്, ഏറ്റവും വലിയ മനുഷ്യൻ, കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന മനുഷ്യൻ പോലും പറഞ്ഞിട്ട് യേശു ഏറ്റെടുക്കാതെ ഒരു പാപിയെ പോലെ തന്റെ ഒരു സൃഷ്ടിയായി യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ പരസ്യമായി സ്നാനപ്പെട്ട് എങ്കിൽ ലോകത്തിൽ വേറെ ആർക്കും ഈ സ്നാനത്തെ തടസ്സം ചെയ്യുവാൻ അധികാരമില്ല. വലിയ മനുഷ്യനായി സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വെച്ച് ഏറ്റവും വലിയവൻ പറഞ്ഞിട്ട് പോലും അവര് പറയുന്നത്, എല്ലാ നോബൽ ചർച്ചും പറയുന്നത്, അവർക്ക് എല്ലാ അധികാരവും ലഭിച്ചത് യോഹന്നാനിൽ നിന്ന് കർത്താവിലും, കർത്താവിൽ നിന്ന് അപ്പോസ്തലന്മാരിൽ, അപ്പോസ്തലന്മാരിൽ നിന്ന് ഇവർക്ക് ലഭിച്ചതാണ്, പഴയ നിയമത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ അധികാരമുണ്ട് എന്ന് പറയുന്ന വ്യക്തി പോലും സ്നാനത്തെ വേണ്ട എന്ന് പറയാൻ പറ്റിയില്ല എന്ന് യേശു അവിടെ തെളിയിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ പ്രസക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് ഈ വിശേഷം പ്രസംഗിച്ച് അവനെ സ്നാനപ്പെടുത്തണം. അപ്പോൾ സ്നാനം എന്നുള്ളത് ഒരു വെറും കർമ്മമല്ല, അത് കർത്താവിനെ ധരിക്കുന്നതാണ്, കർത്താവുമായി ഒന്നായി ചേരുന്നതാണ്, കർത്താവിന് വേണ്ടി മാത്രം പ്രതിഷ്ഠിക്കുന്നതാണ്. നമ്മൾ നല്ല മനസാക്ഷിയുള്ളവരായി കർത്താവിനെ അനുസരിച്ച് നമ്മുടെ ജീവിതം ഈ ലോകപ്രകാരം മരിച്ച് പുതുമയിൽ ജീവിക്കുവാൻ മാത്രം ഒരുങ്ങുന്ന ഒരു ഭാഗം വഴിയിൽ സമ്പൂർണമായി കടന്നുപോയി. ഇതാണ് വേദപുസ്തകം സ്നാനത്തെ കുറിച്ച് പറയുന്നത്. ഇതിൽ കുറഞ്ഞതൊന്നും സ്നാനമല്ല. യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നാം സ്നാനപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിലെ പഴയ മനുഷ്യൻ ചത്തില്ലെങ്കിൽ, പഴയ മനുഷ്യന്റെ ജീവിതത്തിൽ നാം തുടരുന്നുവെങ്കിൽ ആ സ്നാനം യഥാർത്ഥത്തിൽ ചത്ത ഒരു വ്യക്തിയുടെ സ്നാനമായി നമുക്ക് അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെയുള്ള ഒരു ജീവിതമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അത് പുതുമയിലാണ്, അതൊരു പുതിയ കാഴ്ചപ്പാടാണ്, ഒരു പുതിയ ദർശനമാണ്, പുതിയ കമ്മിറ്റ്മെന്റ് ആണ്, പുതിയ ജീവിത ശൈലിയാണ്. അതാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്നാനം എന്തല്ല സമുദായത്തോട് ചേരാനോ മെമ്പർഷിപ്പ് ലഭിക്കാനോ പേര് നമ്മുടെ റോസ്റ്റർ ബുക്കിൽ കാണുന്നതിനോ ഒന്നുമല്ല. പിന്നെ കർത്താവിൻ്റെ പൈതലായി അവനെ പൂർണ്ണമായി അംഗീകരിച്ച് അവനുമായിട്ടുള്ള ബന്ധത്തിന് അവനെ മാത്രം മതി എന്ന് പറഞ്ഞ് അവന്റെ വാക്കനുസരിച്ച് പുനരുദ്ധാനത്തെ പ്രതീക്ഷിച്ച് പുതുമയിൽ ജീവിക്കുന്ന ജീവിതശൈലിക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് സ്നാനപ്പെടേണ്ടത്. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അല്ലാത്തതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ നാം ദൈവസന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ നാം സ്നാനപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചിട്ടുണ്ടോ? ക്രിസ്തുവുമായി വലിയ കോൺഫിഡൻസ് ഉണ്ടോ? ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് നമ്മൾക്ക് വേണ്ടി ഒരു പുതിയ ജീവൻ തന്നപ്പോൾ നാം ക്രിസ്തുവിനെയാണോ പ്രതിനിധീകരിക്കുന്നത്? നമ്മളെ കണ്ടാൽ ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും നാം വെളിപ്പെടുത്തുന്നുണ്ടോ? കാരണം ക്രിസ്തുവിനെ സ്നാനത്താൽ നടിച്ചിരിക്കുന്നു എന്നാണ്. പുറത്ത് നാം കാണിക്കുന്നത് യേശു ആയിരിക്കണം, യേശുവിൻ്റെ ക്വാളിറ്റി ആയിരിക്കണം, യേശുവിൻ്റെ ജീവിതത്തിൽ യേശു എന്തെല്ലാം പറഞ്ഞോ അതായിരിക്കണം നമ്മളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നാം ഒരു പരാജയമാണ്. നമ്മുടെ സ്നാനം അതിൻ്റെതായ അർത്ഥം കൊടുക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ആ കർത്താവ് നമ്മളെ കണ്ടിട്ട് സന്തോഷിക്കുന്ന അവസ്ഥയിൽ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലി ആയിരിക്കട്ടെ സ്നാനപ്പെട്ടതായ നമ്മളിൽ നിന്നൊക്കെ ഉണ്ടാകുക. അപ്പോൾ സ്നാനം അത്യന്താപേക്ഷിതമാണ്. കർത്താവിന്റെ കൽപ്പനയാണ്. കർത്താവ് അത് കാണിച്ചു തന്നു. അപ്പോസ്തലന്മാരെ പ്രാക്ടീസ് ചെയ്തു. സഭ ഇന്നുവരെ ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഇത് മാത്രമേ വേദപുസ്തകത്തിലുള്ളൂ. കർത്താവ് പോലും സ്നാനപ്പെട്ടപ്പോൾ അത് വളരെ പ്രാധാന്യമാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി നാം ഭാവസംബന്ധമായി മരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി നമുക്ക് ഈ സ്നാനത്തിന്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.